എവ്രിവൺ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മോർണിംഗ് ഇറ്റ് സെൽഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. സോ നമ്മൾ ഏകദേശം ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഔട്ട്ഡോർ, നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നമുക്കൊരു മിനി കിച്ചൺ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ലൈക്ക് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം, നമുക്ക് കുക്ക് വെയർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചിക്കൻ വിങ്സും പിന്നെ കുറച്ച് നഗറ്റ്സ്, സോസേജ്, പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ റൂംസിനും ഇതേപോലെ നമുക്ക് നമ്മളെ റൂമാണ് ആ ഒരു ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കാരണം എസ്പെഷ്യലി ദ വിങ്സ് ആൻഡ് ദ നഗറ്റ്സ് എൻ്റെയും മുഹമ്മദിൻ്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഫ്രം ഇന്തോനേഷ്യ. ആൻഡ് ആഫ്റ്റർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. മോർണിംഗ് ആവും, നല്ല കോൾഡായിട്ടുള്ള വാട്ടർ ആയിരുന്നു, നല്ല ഒരു കാമായിട്ടുള്ള ഇതായിരുന്നു കേട്ടോ, എന്താ പറയുക, ക്ലൈമറ്റും കാര്യങ്ങളും. സോ നമ്മൾ കുറച്ച് നേരം പൂളിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ആഫ്റ്റർ ദാറ്റ് നമ്മളിത് ഫ്രഷനപ്പൊക്കെ ആയിട്ട് നമ്മൾ അന്നത്തെ ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മൾ ബാലിയിലെ ഒട്ടുമിക്ക ഫോട്ടോസ് അല്ലെങ്കിൽ ഐക്കോണിക് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണ് നമ്മൾ ഹെവൻ ഓഫ് ഗേറ്റ് അല്ലെങ്കിൽ ബാലിയിലെ ഐക്കോണിക് ഗേറ്റ് എന്നൊക്കെ പറയും. അവിടെയാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. നമ്മൾ മറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ബാലിയിൽ ഓരോരോ പ്ലേസസും ഓരോരോ കോർണറിലായിട്ടാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന റൂമിനനുസരിച്ചിരിക്കും. നമ്മളൊരു സെൻറ്ററിലാണ് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടണമെങ്കിലും അത്രയും കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണം. ഹണ്ടാര ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഏട്ടാ നമ്മൾ മുൻപത്തെ ദിവസം വിസിറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഉലന്താണ് ബെറാട്ടൻ ടെമ്പിൾ. സോ നമ്മൾ അവിടെയും കൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിട്ടാ. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളാണ്. എന്താ പറയുക, നമ്മൾ കാമായിട്ടുള്ള, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കാണേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടുള്ള, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടെമ്പിളാണ് കേട്ടോ. സോ അവിടെ നിന്ന് കുറച്ച് നല്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഒരുപാട് പേര് അവരുടെ ഒരു പ്രാർത്ഥനാ സമയമാണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും കാണിക്കാഞ്ഞത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു പാർക്ക് കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല കളിക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണ്ടാര ഗേറ്റ് ആണ്. ഹണ്ടാര ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മെയിൻലി ഫോർ ഫോട്ടോ സ്പോട്ട് ആട്ടോ. ഈ ഹണ്ടാര ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോർട്ടിൻ്റെ ഗേറ്റ് ആണ് കേട്ടോ. അത് മെയിൻലി നമ്മൾക്ക് അതേപോലത്തെ ഹണ്ടാര ഗേറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൈൻഡ് ഓഫ് ഗേറ്റ് ബാലിയിൽ ഒരുപാട് പ്ലേസസിൽ കാണാൻ പറ്റും. ഇവർ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആണെന്ന് ചോദിച്ചാൽ ഒരുപാട് ടൂറിസ്റ്റൊക്കെ അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. ആൻഡ് നമുക്ക് എൻട്രി ഫീൻ്റെ പുറമെ ഫോട്ടോ എടുക്കാനും എക്സ്ട്രാ ചാർജസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, അതായത് ഗേറ്റ് ഓഫ് ഹെവൻ, ഹണ്ടാര ഗേറ്റ്. ആൻഡ് നമ്മൾ നേരെ പോയിട്ട്, കാരണം ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റഷാണ് കേട്ടോ. ആൻഡ് നമ്മൾ ടിക്കറ്റ്സ് എടുത്ത് ആൻഡ് പെർ ഹെഡ് അത് ഏകദേശം 1 lakh
റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫോട്ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എമൗണ്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ നടക്കുന്നത് വെച്ചാൽ അവിടെ വേറെ ആൾക്കാരുടെ ടൈമിംഗ് ആണ്. ഐ തിങ്ക് ഒരു 4 to 5 ഫോട്ടോസ് മാത്രം, ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒരു 4-5 ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ഹണ്ടാര ഗേറ്റിൻ്റെ ഐക്കോണിക് ഫോട്ടോ ഉണ്ട്, നമ്മൾ അടിയിൽ മിററൊക്കെ വെച്ചിട്ടുള്ളത്. അതെടുക്കണം എന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. ഐ തിങ്ക് അവിടുത്തെ ഒരു 20,000 ഇന്തോനേഷ്യൻ റുപ്യ അങ്ങനെ എന്തോ ആണ്. ആൻഡ് ആഫ്റ്റർ നമ്മൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ബാക്ക് ടു അവർ ഹോട്ടലാണ് കേട്ടോ. നമ്മൾ അന്നത്തെ ഡെസ്റ്റിനേഷൻ്റെ അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ കറക്കം കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്യാവശ്യം ലോങ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ നമ്മൾ ഇന്നത്തോടു കൂടി നിർത്തിയത്. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ഒരുപാട് ഇന്തോനേഷ്യൻ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും. സോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ടിൽ ദെൻ ബൈ ബൈ.